ഹലോ എവരിബഡി. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയാമല്ലോ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അത് തന്നെ പക്ഷെ വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്ത്, ഒറിജിനലായിട്ടുള്ളതല്ല, വേറൊന്നുമായിട്ട് റിലേറ്റ് ചെയ്ത്. അതായത് നമ്മൾ പറയത്തില്ലേ, നമുക്ക് നല്ല മാർക്കുണ്ട്, 90 മാർക്കുണ്ട്, ബട്ട് അമ്മ പറയും, എടാ നമ്മൾ ചെന്ന് സന്തോഷത്തോടെ പറയും എനിക്ക് 90 മാർക്കുണ്ടെന്ന്. പക്ഷെ അപ്പം അമ്മ ചോദിക്കുന്ന, എടാ നിൻ്റെ അടുത്ത വീട്ടിൽ, നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ മോന് എത്ര മാർക്കുണ്ട്, അപ്പോൾ അവന് 95 പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാകും. പക്ഷേ അതാണ് റിലേറ്റീവ്. നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് നമ്മുടെ മാർക്ക്. പക്ഷെ അവൻ 85 പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് 87 ഉള്ളെന്ന് പറഞ്ഞാലും അമ്മ ഈസ് ഹാപ്പി. അപ്പോൾ ആ റിലേറ്റീവ് രണ്ടെണ്ണം നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റോഡിലൂടെ ഒരു ബസ് ട്രാവൽ ചെയ്യുന്നു. ഒരു ബസ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. ബസ്സിന് ഒരു 50 km/h ബസ് ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ബസ്സിനകത്ത് കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ, ഇവിടെ ഏകദേശം ഒരു ബസ് സ്റ്റോപ്പിൽ കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട് ബസ് കയറാനായിട്ട്. അപ്പോൾ ബസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം ഈ കുട്ടികൾ നോക്കുവാണെങ്കിൽ അവർ സ്റ്റാൻഡ് ബൈ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അവരുടെ കണ്ണിൽ ഈ ബസ്സിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 50 km/h ആണ്. അതാണ് നമ്മുടെ നോർമലി ഗ്രൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബസ്സിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 50 km/h ആണ്. ബട്ട് അതേസമയം ആ റോഡിൽ കൂടെ തന്നെ ഒരു കാറ് പോകുന്നുണ്ട്. കാറിൻ്റെ ഷേപ്പൊന്നുമല്ല, ഒരു കാറ് പോകുന്നുണ്ട്. ആ കാറിൻ്റെ വെലോസിറ്റി 60 km/h ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്താണ്, കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ബസ് ഇച്ചിരി പുറകിലാണ് അല്ലേ. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് കാർ കമ്പയർഡ് ടു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? വെലോസിറ്റി ഓഫ് കാർ മൈനസ് വെലോസിറ്റി ഓഫ് ബസ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു, അതാണ് ആദ്യം എഴുതുന്നത്. വിത്ത് റെസ്പെക്ട് ടു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ വെലോസിറ്റി ഇവിടെ എത്രയാണ്? VC എന്ന് പറഞ്ഞാൽ 60. ഇത് ബസ്സാണ്, ഇത് കാർ. ബസ്സിൻ്റെ വെലോസിറ്റി 50, അപ്പോൾ 10. അപ്പോൾ ഇതൊരു ഡയറക്ഷൻ നോർത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇത് നോർത്ത് ആണെങ്കിൽ 10 നോർത്ത്, ഇത്രയും m/s. അതായത് വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു ബസ് എന്ന് പറയുന്നത് 10 m/s ടുവേർഡ്സ് നോർത്തിലേക്കാണ്. അപ്പോൾ നോർത്ത് പോസിറ്റീവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പ്ലസ്. ഇനിയിപ്പോൾ തിരിച്ച് പറയാം, വെലോസിറ്റി ഓഫ് ബസ് വിത്ത് റെസ്പെക്ട് ടു കാർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബസ് മൈനസ് വെലോസിറ്റി ഓഫ് കാർ. വെലോസിറ്റി ഓഫ് ബസ് എത്രയാണ്? 50. ഇത് വെലോസിറ്റി ഓഫ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60. അപ്പോൾ എത്ര കിട്ടി? -10 ആണ് കിട്ടിയത്. അതായത് ഇത് കുറച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വെലോസിറ്റി കാറിനേക്കാളും 10 km/h ആണ്. കാറിനേക്കാളും 10 km/h പുറകിലാണ് ബസ്. അപ്പം മനസ്സിലായില്ല, ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി. രണ്ട് പേര് തമ്മിൽ, പക്ഷേ ഇവർ രണ്ടുപേരും പുറത്തു നിന്ന ആളുമായിട്ട് നോക്കുവാണെങ്കിൽ ഇത് 60 km/h, ഇത് 50 km/h ആണ്. പക്ഷേ ഇതിനകത്ത് പരസ്പരം, ഇതിനകത്തിരിക്കുന്ന ഒരു മനുഷ്യൻ എന്താ അയാൾക്ക് ഫീൽ ചെയ്യുന്നത്? ബസ്സിനകത്തുള്ള ഒരു മനുഷ്യൻ ഫീൽ ചെയ്യുന്നത് ഞാൻ ചുമ്മാതിരിക്കുവാണെന്ന്. അപ്പം റിലേറ്റീവ് വെലോസിറ്റി ഓഫ് മാൻ ഇൻസൈഡ് ദ ബസ് റിലേറ്റഡ് ടു ഇതുമായിട്ട്, ഈ മനുഷ്യനുമായിട്ട് നോക്കുവാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് മാൻ ഓൺ ദ ഗ്രൗണ്ട്, ഇത് ബസ്സാണ്. ബസ്സിലിരിക്കുന്ന മനുഷ്യനും ഗ്രൗണ്ടിലിരിക്കുന്ന മനുഷ്യനുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബസ്സിലിരിക്കുന്ന മനുഷ്യനും ഈ 50 km/h തന്നെ ട്രാവൽ ചെയ്യുവാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് മാൻ ഇൻ ദ ബസ് മൈനസ് വെലോസിറ്റി ഓഫ് മാൻ ഓൺ ഗ്രൗണ്ട്, അതെത്രയാണ്? ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന 50 മൈനസ് ഗ്രൗണ്ടിൽ അങ്ങനെ അനങ്ങാതെ നിൽക്കുക, ദാറ്റ് ഈസ് 0. എഗെയിൻ ദാറ്റ് ഈസ് 50 km/h. അത് പോസിറ്റീവാണ്. അപ്പോൾ ഇയാളെക്കാളും ഒരു 50 km/h കൂടുതലാണ് ആരുടെ വെലോസിറ്റി ഓഫ് മാൻ ഇൻസൈഡ് ദ ബസ്. അത് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ കാറിനകത്തിരിക്കുന്ന ആളും ഇതേപോലെ തന്നെ ഇത് രണ്ടും കൂടെ നമ്മൾ ആ ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ മതി. എന്തായാലും റിലേറ്റീവ് വെലോസിറ്റി പറയുമ്പം ആദ്യത്തെ ആണ് CB ആണെങ്കിൽ കാർ വിത്ത് റെസ്പെക്ട് ടു ബസ്, അപ്പോൾ VC മൈനസ് VB. ഓക്കെ, തിരിച്ചതുപോലെ തന്നെ VB മൈനസ് VC. ഇനിയിപ്പോൾ ഇതേമാതിരി കേസ് തന്നെ ഒരു സ്വിമ്മിങ് ആണെന്ന് വിചാരിക്കും. ഇതിപ്പോൾ കാറിൻ്റെ കേസല്ലേ, നമ്മൾ ഇങ്ങനെ സ്വിമ്മേഴ്സൊക്കെ ഇല്ലേ, സ്വിമ്മിങ്, ഓക്കെ, നമ്മൾ പോണ്ടിലൊക്കെ സ്വിം ചെയ്യുന്ന രണ്ടുപേരും. അപ്പോൾ ഇത് അല്ലെങ്കിൽ റിവറിൽ ഒരു റിവറുണ്ട്, ആ ഒരു പുഴയ്ക്കൊരു സ്പീഡുണ്ട്. പുഴയ്ക്കൊരു 10 m/s പുഴ ഒഴുകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിലൂടെ ഒരാൾ
ഒരു സ്വിമ്മറും ഇതുപോലെ തന്നെ പോകുന്നുണ്ട്. അയാൾക്ക് ഓൾറെഡി ഒരു 5 km/h അയാൾ ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 5 മീറ്റർ/സെക്കൻഡിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പുഴയുടെ ഒഴുക്ക് ഇങ്ങനെ തന്നെയാണ്. പുഴയുടെ ആ ഒഴുക്കിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? അയാൾക്ക് വലിയ എഫേർട്ടൊന്നും വേണ്ട. അയാൾക്ക് ഈ 10 കൂടെ കൂടും, ആ പുഴയുടെ സ്പീഡും കൂടെ അയാൾക്ക് കിട്ടും. അപ്പം സ്വിമ്മറിന് S എഴുതാവേ, റിവറിന് R. റിവറിൻ്റെ വെലോസിറ്റി, അപ്പോൾ വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേസിൽ ഇങ്ങനെ രണ്ടും ഒരേ സ്പീഡാണെങ്കിൽ, ഒരേപോലെയാണ് ഒഴുകുന്നതെങ്കിൽ 5 + 10 ആയിരിക്കും. അതായത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ റിമെമ്പർ ചെയ്യുകയല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പുഴയാണ് പോകുന്നതെങ്കിൽ രണ്ടും പുഴയുടെ ഡയറക്ഷനിൽ പോകുമ്പോൾ നമുക്ക് വലിയ എഫേർട്ട് വേണ്ട. അപ്പോൾ രണ്ടും നമുക്ക് ആ സ്വിമ്മറിന് പോസിറ്റീവായിട്ടാണ് വരുന്നത്. അയാൾക്ക് ആ സ്പീഡും കൂടെ കിട്ടും. ഇനി നോക്ക്, ഒരു സ്വിമ്മർ അവിടെ തിരിച്ച്, ഇപ്പോൾ സ്വിമ്മർ 1 ആണ്, തിരിച്ച് വേറൊരു സ്വിമ്മർ ഇങ്ങോട്ട് വരുവാണ്. അയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് സ്വിമ്മർ 2. അയാളുടെ വെലോസിറ്റി അയാൾ ചിലപ്പോൾ 6 km/s 6 മീറ്റർ/സെക്കൻഡിൽ അയാൾ തിരിച്ച് പുഴയുടെ ഒഴുക്കിന് എതിരായിട്ട് വരുമ്പോൾ അയാൾക്ക് ഒരുപാട് അയാളുടെ എത്രയും വെലോസിറ്റി എടുത്താലും അത്രയൊന്നും കിട്ടത്തില്ല. അപ്പം തിരിച്ചുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, പുഴയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ സ്വിമ്മർ 2 വിത്ത് റെസ്പെക്ട് ടു റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അയാൾ ഇത്രയും പോരാ, അയാൾക്ക് ഈ 6 വന്നാൽ അയാൾക്ക് എത്തത്തില്ല, 16 എടുക്കേണ്ടി വരും. 16 എടുത്താലേ അയാൾക്ക് പുഴയുടെ എതിരെ, അല്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് പോകും. പുഴയുടെ സ്പീഡ് തന്നെ 10 ഉണ്ട്. അപ്പം വെലോസിറ്റി ഓഫ് സ്വിമ്മർ 2 മൈനസ് വെലോസിറ്റി ഓഫ് റിവർ. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഈ പുഴയുടെ ഒഴുക്കിന് എതിരായിട്ടാണെങ്കിൽ നമ്മൾ കുറയ്ക്കണം, കാരണം അയാൾക്ക് അത്രയും സ്പീഡ് കിട്ടത്തില്ല, അത്രയും എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വരും പുഴയുടെ സ്പീഡിനെ കൂടെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എത്ര വരും? ഈ 16 - 10 = 6 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും അയാളുടെ അന്നേരത്തെ എഫക്റ്റീവായിട്ടുള്ള. ഇത് 15, അപ്പോൾ ഇത് 15 മീറ്റർ/സെക്കൻഡ്, ഇത് 6. അപ്പോൾ ഇതിനേക്കാളും ആക്ച്വലി അയാൾ കൂടുതൽ എഫേർട്ട് എടുത്ത് നീന്തുന്നുണ്ട്. പക്ഷേ ഇൻഎഫക്റ്റ് വരുമ്പോൾ, റിലേറ്റീവായിട്ട് വരുമ്പം ഇത്രയേ പുറത്ത് കാണുന്നുള്ളൂ. ഇതാണ് പുറത്ത് കാണുന്നത്. അപ്പം റിലേറ്റീവ് വെലോസിറ്റിയും വിത്ത് റെസ്പെക്റ്റ് ഓരോന്ന് വെച്ചിട്ട് ബസ്സിൻ്റെ കേസ്, റോഡിലെ കേസ്, ഇതിൻ്റെ കേസ് ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് കീമിൽ വന്ന പ്രോബ്ലംസ് നമുക്കിനി ചെയ്യാം. ഓക്കെ, അടുത്ത പ്രോബ്ലം സെയിം 2025 കീമിൽ വന്നതാണ്. 2025 കീമിൽ വന്ന പ്രോബ്ലമാണ്. റിലേറ്റീവ് വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ദ വെലോസിറ്റി ഓഫ് എ സ്വിമ്മർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിവർ ഈസ് 10 km/h and that against the flow is 6 km/h. The velocity of swimmer in the still water. അപ്പോൾ ഇങ്ങനെ ഒരു റിവർ ഉണ്ട്, ആ റിവറിൽ ഒരു സ്വിമ്മർ ഉണ്ട്, അയാൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ്, അപ്പോൾ ഡയറക്ഷൻ ഓഫ് റിവർ എന്തുവാ നമുക്കറിയത്തില്ല. ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിവറിൽ അയാളുടെ വെലോസിറ്റി, അപ്പം ഇതിൽ ഇയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി അത് റിലേറ്റീവ് വെലോസിറ്റിയാണ്, കാരണം അയാളുടെ സ്വന്തം വെലോസിറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിവർ, സെയിം ഡയറക്ഷൻ ആകുമ്പോൾ എന്താകും അതിൻ്റെ അവസ്ഥ? അതായത് ഇത് വെലോസിറ്റി ഓഫ് റിവർ ആണ്, ഇങ്ങോട്ട് ഇൻ ദ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് സ്വിമ്മർ രണ്ടും കൂടെ ചേരുമ്പോഴാണ് അങ്ങനെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ എന്ന് പറയുന്നത് 10 ആണ്. അതെങ്ങനെ വരും? സെയിം ഡയറക്ഷൻ ആകുമ്പോൾ ഉള്ള കേസാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 10 എന്ന് പറയുന്നത് എങ്ങനെ വരും? വെലോസിറ്റി ഓഫ് റിവർ പ്ലസ് വെലോസിറ്റി ഓഫ് സ്വിമ്മറാണ്. അത് മനസ്സിലായി കാണുമല്ലോ. ഇൻ ദ ഡയറക്ഷനിലാണെങ്കിൽ ഇത് രണ്ടും കൂട്ടുമ്പോഴാണ് അയാളുടെ വെലോസിറ്റി കിട്ടുന്നത്, അയാളുടെ റിലേറ്റീവ് വെലോസിറ്റി കിട്ടുന്നത്. ഇനി നോക്ക്, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നത്, റിവർ ഇങ്ങനെ പോകുന്നു, ആ സെയിം ആള് തന്നെ തിരിച്ചിങ്ങനെയാണ് നീന്തുന്നതെങ്കിൽ സെയിം വെലോസിറ്റിയിലാണ് രണ്ടുപേരും ആ ആൾ നീന്തുന്നത്. പക്ഷേ ഇത് ഓപ്പോസിറ്റ്, ഇത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ, വെലോസിറ്റി ഓഫ് റിവർ. ഇത് വെലോസിറ്റി ഓഫ് റിവർ മാറുന്നില്ല, വെലോസിറ്റി ഓഫ് സ്വിമ്മറും മാറുന്നില്ല, പക്ഷെ അയാൾ അങ്ങോട്ട് പോണതിന് പകരം ഇങ്ങോട്ട് വരുവാണ് റിവറിൽ. അതാണ് കേസ് 2.
ഇത് കേസ് 1, അത് സെയിം ഡയറക്ഷൻ. ഓൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കേസിൽ വന്നിട്ട് അതിൻ്റെ എത്രയാണ് പറയണത്, എഗെയിൻസ്റ്റ് ദ ഫ്ലോയിൽ അങ്ങേര് പോകുമ്പം അങ്ങേരുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, വെലോസിറ്റി ഓഫ് സ്വിമ്മർ, സോറി ഇത് ആദ്യം എസ് ആണ്, സ്വിമ്മർ മൈനസ് വെലോസിറ്റി ഓഫ് റിവർ. ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതായത് രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അയാളുടെ റിലേറ്റീവ് വെലോസിറ്റി 10 എന്ന് പറയുന്നുണ്ട്, അയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നുള്ളൂ 10 എന്ന് പറയുന്നുണ്ട്. അത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അങ്ങേര് വരുന്നതെങ്കിൽ ഇത് രണ്ടും നമുക്ക് കുറയ്ക്കണം, എന്നാലേ അങ്ങേർക്ക് എഫക്റ്റീവായിട്ടുള്ള കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ 2 ഇക്വേഷൻ കിട്ടിയല്ലോ, 1, 2. അതായത് വെലോസിറ്റി ഓഫ് റിവർ പ്ലസ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ എന്ന് പറയുന്നത് 10ഉം വെലോസിറ്റി ഓഫ് സ്വിമ്മർ മൈനസ് വെലോസിറ്റി ഓഫ് റിവർ എന്ന് പറയുന്നത് 6ഉം. ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ മതി. എന്ത് ചെയ്യണം, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം 2 വെലോസിറ്റി ഓഫ് സ്വിമ്മർ ഈസ് ഈക്വൽ ടു 0 ആയില്ലേ, 16. അപ്പോൾ വെലോസിറ്റി ഓഫ് സ്വിമ്മർ എന്ന് പറഞ്ഞാൽ 16/2 ഈക്വൽ ടു 8 എന്തായിരുന്നു, കിലോമീറ്റർ പെർ അവർ. സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടാവുന്നേ ഉള്ളൂ. 1 മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സെയിം ഡയറക്ഷനിൽ റിവറിലാകുമ്പം ഓർക്കണം, റിവറിൻ്റെ കേസിലാണ്, റിവറിന് ഓപ്പോസിറ്റ് ആകുമ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ റിവർ ആണോ റോഡാണോ എന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്തത് 2015 കീമിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് റിലേറ്റീവ് വെലോസിറ്റിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ബസ് ഈസ് മൂവിങ് with a velocity of 10 meters per second on a straight road. A scooterist wishes to overtake the bus in 1 minute. Time തന്നിരിക്കുന്നതാണ് 1 minute. If the bus is at a distance of 1.2 kilometers ahead, then the velocity with which he has to chase the bus. അപ്പോൾ റോഡിൽ ഒരു ബസ് ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. ബസ്സിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ബസ് ഒരു സ്ട്രെയിറ്റ് റോഡിൽ അങ്ങ് പോവുകയാണ്. അന്നേരമാണ് ഒരു സ്കൂട്ടറിസ്റ്റ്, സ്കൂട്ടറിനെ എങ്ങനെ വരയ്ക്കുക, ഓക്കെ ഇതാണ് നോക്കുക, ഒരു സ്കൂട്ടറിസ്റ്റ്, ഒരു സ്കൂട്ടറുകാരൻ ഇങ്ങോട്ട് ചേസ് ചെയ്ത് വരണം ഇങ്ങനെ, അല്ലെങ്കിൽ ബസ്സിനെ. അപ്പോൾ സ്കൂട്ടറുകാരൻ ഈ 10 മീറ്റർ പെർ സെക്കൻഡിൽ വന്നു കഴിഞ്ഞിട്ട് അടുത്ത് വരാം, എന്നിട്ട് അതിനേക്കാൾ കൂടിയാൽ മാത്രമേ അയാൾക്ക് ചേസ് ചെയ്ത് ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അയാൾ 1 മിനിറ്റിൽ ഓവർടേക്ക് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണ്. 1 മിനിറ്റ് നമ്മൾ അപ്പം തന്നെ 6 സെക്കൻഡിലേക്ക് മാറ്റിക്കണം, കാരണം എല്ലാ സെക്കൻഡിലാണ്. അപ്പോൾ 60 സെക്കൻഡ്സ്. ആ ഓവർടേക്ക് ചെയ്യാനെടുത്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് വന്നത് 1.2 കിലോമീറ്റർ. അപ്പോൾ മറ്റേത് മീറ്ററിലായതുകൊണ്ട് ഞാൻ ഇതിനെ മീറ്ററിലേക്ക് മാറ്റുവാണ്. 1200 1200 മീറ്റർ. ഇത് രണ്ടും നമുക്കറിയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് ചുമ്മാ ഒരിടത്ത് ഒരു പോയിന്റിനെ ഓവർടേക്ക്, ഒരു പോയിന്റ് അനങ്ങാതെ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ആക്ച്വൽ ഇങ്ങേർക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ, ഈ പറയുന്ന സ്പീഡിൽ ഇങ്ങേർക്ക് ഇങ്ങ് വന്നാൽ മതി. പക്ഷേ ഇപ്പം എന്താ, ഈ ബസ് മറ്റേ ടൈം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ബസ് അനങ്ങാണ്ട് നിൽക്കുകയല്ലോ, ബസ് സ്റ്റാൻഡ് ബൈ ആയി നിൽക്കുകയല്ല, ബസ്സും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 10ന്റെ വേഗതയിലും പോരാ. നോർമലി അയാൾക്ക് 10ൽ ഈ പോയിന്റ് കടന്നു പോകാം, പക്ഷെ അത് പറ്റത്തില്ല. 10നേക്കാളും എത്രയോ എഫേർട്ട് എടുത്താലേ അയാൾക്ക് കയറി വരാൻ പറ്റുള്ളൂ. ആ എഫേർട്ടാണ് 10ന് എബോവ് ഉള്ള എഫേർട്ടാണ് ഈ ടൈം എടുത്തേക്കുന്നത്. കാരണം അതും ഓൾറെഡി രണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പം ട്രെയിനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ നമ്മുടെ ആ ബസ്സും മൂവ് ചെയ്യുന്നുണ്ട്, നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതും മൂവ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് അത്രയും കൂടെ എഫേർട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുത്താലേ ഇതങ്ങോട്ട് കവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതായത് ഇത് സൈക്കിളല്ല സ്കൂട്ടർ, വെലോസിറ്റി ഓഫ് സ്കൂട്ടർ, വെലോസിറ്റി ഓഫ് ബസ്. അപ്പം നമുക്കിവിടെ കിട്ടുന്നത് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ്സാണ് എന്ത് ഈ ടൈമിലും ഈ തന്നിരിക്കുന്ന ഡിസ്റ്റൻസിലും കിട്ടുന്നത്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് 1200/60 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ്. അതാണ് കിട്ടുന്നത്. 1 മിനിറ്റ്.
സോറി കേട്ടോ. വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കിട്ടി. അതെന്ന് പറയുന്നത് എത്ര വരും? 20 മീറ്റർ/സെക്കൻഡ് ആണ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ് കിട്ടിയത്. അപ്പോൾ വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, വെലോസിറ്റി ഓഫ് സ്കൂട്ടർ പ്ലസ് വെലോസിറ്റി ഓഫ് ബസ്, വെലോസിറ്റി ഓഫ് സ്കൂട്ടർ മൈനസ് വെലോസിറ്റി ഓഫ് ബസ്. കാരണം ഈ സ്കൂട്ടറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിനേക്കാളും രണ്ടും ഒരേ ഡയറക്ഷനിലാണ് റോഡിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത് 20. കാരണം ഇൻ എഫക്റ്റ് 20 അങ്ങേര് പോയി, പക്ഷേ ആ 20യേക്കാളും കൂടുതൽ എടുത്താൽ മാത്രമേ അയാൾക്ക് ഈ ബസ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റിലേറ്റീവ് വെലോസിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ മൈനസ് വെലോസിറ്റി ഓഫ് ബസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് സ്കൂട്ടർ എന്ന് പറയുന്നത് 20 പ്ലസ് വെലോസിറ്റി ഓഫ് ബസ് ഈക്വൽ ടു 20 പ്ലസ് എത്രയാണ് വെലോസിറ്റി ഓഫ് ബസ് തന്നേക്കുന്നത്? 10 മീറ്റർ/സെക്കൻഡ്. 10 ഈക്വൽ ടു 30 മീറ്റർ/സെക്കൻഡ്. ഏത് ഓപ്ഷനാ? ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലായല്ലോ? നമ്മളിങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പം ഓവർടേക്കിംഗ് സ്പീഡും ഓവർടേക്കിംഗ് ഡിസ്റ്റൻസുമാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്നത് എന്താ? ഓവർടേക്ക് ചെയ്യുമ്പോഴത്തെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ എന്ന് വെച്ചാൽ 20. അപ്പോൾ ഇത് 10 ആണ്. ഈ 20 കൂടെ 20 എടുത്തിട്ടാണ് ഇത് ക്രോസ് ചെയ്തത്. പക്ഷേ ശരിക്കും ഇതിൻ്റെ വെലോസിറ്റി ഗ്രൗണ്ടുമായിട്ട് നോക്കുമ്പോഴത്തേക്കും അത് 20 അല്ല, 20ഉം ഈ 10ഉം കൂടെ കൂട്ടണം അല്ലേ? ഇത് ബസ്സിനകത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബസ്സുമായിട്ട് നോക്കുമ്പോഴാണ് ഇത് 20 വന്നത്. പക്ഷേ ഇൻ എഫക്റ്റ് അയാൾക്ക് 30 കിട്ടിയാലേ അയാൾ ഇത് ഓവർടേക്ക് ചെയ്ത് ഗ്രൗണ്ട് നിൽക്കുന്ന ആളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം അയാൾക്ക് ആക്ച്വൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 30ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായല്ലോ? എപ്പോഴും എടുക്കുമ്പോഴും ഈ ഓവർടേക്ക് ചെയ്ത ഡിസ്റ്റൻസും ടൈമും നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് കിട്ടുന്നത് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും. ആ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുക. അതിൽ നിന്നും ആ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മൈനസ് ഇതായിരിക്കും. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആൻസർ കണ്ടുപിടിക്കും. ദാറ്റ്സ് ഓൾ. അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയാം. അതല്ല ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാരണം എന്നാലും നമുക്ക് അറിയത്തുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.